ാണ് താങ്കളുടെ വിശദീകരണം. ശരി, ശ്രീ പ്രിന്റു മഹാദേവ്, ഇന്നിപ്പോൾ TN പ്രതാപൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും ഇപ്പോൾ അനിൽ അക്കര പറഞ്ഞതുമായ കാര്യങ്ങൾ എന്താണ് RSS ADGP കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത്? ഇവിടെ പല കേസുകളിലും അന്വേഷണം പാതി വഴിയിൽ നിൽക്കുന്നു, ഒരു വിവരവും ഇപ്പോൾ ഇല്ല. കരുവന്നൂർ കേസ്, എക്സാലോജിക് അന്വേഷണം, ഈ പറയുന്ന ലാവ്ലിൻ അവിടൊക്കെ നിൽക്കട്ടെ, ഇപ്പോഴുള്ള പുതിയ കേസുകളുടെ അന്വേഷണം എവിടെ വരെ എത്തുന്നു? അന്വേഷണ ഉദ്യോഗസ്ഥനായ പ്രശാന്ത് കുമാർ, അദ്ദേഹം CPM-ലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കിയ ശേഷം അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നു, പകരം ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു, അന്വേഷണം ഇഴയുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ഡൽഹിയിൽ നിന്ന് മെസ്സേജ് വരികയാണ് അവിടെ നിർത്തിക്കോളൂ എന്ന്. അതിനുശേഷം പ്രശാന്ത് കുമാറിനെ സ്ഥലം മാറ്റുന്നു എന്നുള്ളതാണ് ഇന്ന് TN പ്രതാപൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം. അപ്പോൾ ഇതാണ് RSS-ഉമായി ബന്ധപ്പെട്ട CPM ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന ഡീൽ എന്നുള്ളത്. താങ്കൾ പറയുന്നു ഹൊസബളയെ പോലുള്ള പ്രധാന നേതാക്കളുമായി ADGP വഴി വേണോ ഈ ഡീൽ എന്ന് ചോദിക്കുന്നു. താങ്കൾ ചോദിക്കുന്ന മറു ചോദ്യമുണ്ടല്ലോ, 100-ാം വർഷത്തിലേക്ക് എത്തുകയാണ് RSS-നെ സംബന്ധിച്ച് 100-ാം വർഷത്തിലെത്തുമ്പോൾ പല അജണ്ടകളുമുണ്ട്. താങ്കൾ പറയുന്ന വിശാലമായ അജണ്ടകൾ, അദ്ദേഹത്തിന്റെ സ്ഥാനം വെച്ചുകൊണ്ട് തന്നെയുള്ള വിശാലമായ അജണ്ടകൾ, അത് CPM-ന്റെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക എന്നുള്ളതിനപ്പുറം RSS-ന് ഇവിടെ കൃത്യമായി വേരുണ്ടാക്കുക എന്നുള്ള കൂടിയാണല്ലോ. അതിന്റെ ഭാഗമായിട്ട് ചില ഒത്തുതീർപ്പുകൾ, അതിന്റെ ഭാഗമായി തൃശ്ശൂരിലെ വിജയം എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടാൽ അതിന് മറുപടിയുണ്ടോ? അല്ല, അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ വ്യാഖ്യാനിക്കട്ടെ. സ്മൃതി, ഒന്ന് മനസ്സിലാക്കട്ടെ, നിങ്ങൾക്ക് RSS-ന് ഈ കേരളത്തിൽ ഇനി ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേരോട്ടം ഉണ്ടാക്കേണ്ട സാഹചര്യമൊന്നുമില്ല. RSS-ന് അത്യാവശ്യത്തിൽ കൂടുതൽ വേരോട്ടമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനം ഏതെന്ന് കേരളം തന്നെയാണ്. അതുകൊണ്ട് RSS-ന് ശക്തമായ വേരോട്ടമുള്ളതും അല്ല RSS ഞാൻ പറയട്ടെ സ്മൃതി, RSS-ന് ശക്തമായ വേരോട്ടമുള്ളത് കൊണ്ടാണ് ഈ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന അനിൽ അക്കരയുടെ വാർഡിൽ ജയിച്ചത് BJP ആണ്. അപ്പൊ അതുകൊണ്ട് RSS-ന്റെ വേരോട്ടം ഒന്ന് കൂട്ടാനോ കുറയ്ക്കാനോ എന്നുള്ളതല്ലല്ലോ ഞങ്ങളുടെ പ്രശ്നം. ഞാൻ പറഞ്ഞത് എത്താത്രയോ ഒസബളയെ പോലെയുള്ള ഒരാള് രാഷ്ട്രീയ ഇലനിലക്കാരനായി നിൽക്കുന്നു എന്നുള്ള നിങ്ങളുടെ ആഖ്യാനം അത് അങ്ങേറ്റം തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. എത്രാത്തെ ഒസബളെ പോലെയുള്ള സർസംഘചാലിന് തൊട്ട് താഴെയുള്ള ആര് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഡീലുകൾക്ക് നിൽക്കുന്നു കൊടുക്കുന്ന ആളാണോ? അപ്പൊ നിങ്ങൾ അങ്ങനെ RSS-നെ നിങ്ങൾ അങ്ങനെ ചെറുതായി കാണല്ലേ. പിന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട ഈ അനിലക്കര പറഞ്ഞല്ലോ ഡീലിന്റെ പുറത്താണ് തൃശ്ശൂർ ജയിച്ചതെന്ന്. എന്നാൽ അനിലക്കര നിങ്ങൾ കുറെ ചാനൽ ചർച്ചകൾ ഇത് പറഞ്ഞു. ഞാൻ ഒന്ന് പറയട്ടെ, ഒരു കണക്കൊന്ന് പറയട്ടെ, പറഞ്ഞതിന് ശേഷം അനിലക്കര ഒന്ന് പ്രതികരിച്ചോളൂ. തൃശ്ശൂരിന് 2019 ഈ TN പ്രതാപൻ 4,15,000 വോട്ടാണ് TN പ്രതാപന് കിട്ടുന്നത്. അന്ന് രാജാജി മാത്യുവിന് 3,21,000 വോട്ടാണ് കിട്ടുന്നത്. സുരേഷ് ഗോപിക്ക് 2,93,000 വോട്ടാണ് സുരേഷ് ഗോപിക്ക് കിട്ടുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് 4,12,338 വോട്ടാണ് കിട്ടുന്നത്. ഈ പറയുന്ന സുനിൽ കുമാറിന് 3,37,652 വോട്ടാണ്. ഈ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള മുരളീധരന് 3,28,124 അങ്ങനെ ഞങ്ങളൊരു ഡീൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ സുനിൽ കുമാർ എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ 16,000 വോട്ട് വർദ്ധിപ്പിക്കുക? അപ്പൊ സത്യത്തിൽ 1,21,267 വോട്ട് പോയിട്ടുള്ളത് കോൺഗ്രസിൻ്റെതാണ്. എന്നിട്ടും ഈ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പറയുന്നത് ഡീലിന്റെ പുറത്താണ് തൃശ്ശൂർ ഞങ്ങൾ വിജയിച്ചത്. ഞങ്ങൾ തൃശ്ശൂരിൽ വിജയിച്ചത് ഞങ്ങളുടെ പ്രവർത്തകരുടെ മികവ് കൊണ്ടാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടാണ്. തൃശ്ശൂരിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിട്ടുള്ള 123 ബൂത്തിൽ 1-ാം സ്ഥാനത്ത് വന്നിട്ടുള്ള BJP ആണ്. ചാവക്കാട്ടിലെയും ഗുരുവായൂരിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുമ്പത്തേക്കാൾ മുന്നേറ്റം നടത്തിയിട്ടുള്ള BJP ആണ്. ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ കൂടി വോട്ടർ പട്ടികയിൽ ചേർത്തുകൊണ്ടുകൂടിയാണ്. അങ്ങനെ അല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ 5 വർഷമായിട്ട് തൃശ്ശൂരിൽ 5 വർഷമായിട്ട് താമസിക്കുന്ന അന്യസംസ്ഥാനക്കാരനായുള്ള രാജസ്ഥാൻകാരന് ഇവിടെ കേരളത്തിൽ വോട്ട് ചെയ്യുന്ന എന്താ പ്രശ്നം? വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ, അല്ലാതെ ഞങ്ങൾ അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശിയല്ലോ ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയൂ, നിങ്ങൾ അങ്ങനെ കണ്ടത്, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കണ്ടെത്തട്ടെ അങ്ങനെ അനധികൃതമായിട്ട് BJP വോട്ട് ചേർത്തിട്ടാണ് ജയിച്ചതെന്ന്. ഞങ്ങൾ 76,000-ഓളം വോട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളെ വോട്ട് ചേർത്തിട്ടുണ്ട്. ആ ചേർത്ത വോട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ വോട്ടാണ്, ഞങ്ങളുടെ പ്രവർത്തകരുടെ കഷ്ടപ്പാടാണ്. 600-ഓളം ബൂത്തുകൾ BJP 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. 5 വർഷത്തെ ഞങ്ങൾ നടത്തിയിട്ടുള്ള മാസ്റ്റർ പ്ലാനാണ് തൃശ്ശൂർ പിടിക്കുക എന്നുള്ളത്. ഭാഗമായിട്ടാണ് സംഘപരിവാറിന്റെ ആംബുലൻസിൽ വരികയായിരുന്ന സുരേഷ് ഗോപിക്ക് പോലീസ് വാഹനത്തിന്റെ അകമ്പടി ഉണ്ടായത്. അതാണ് ആ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് തന്നെ അതിനെയും കാണണം. അല്ല സുരേഷ്, അങ്ങനെയല്ല സ്മൃതി. അതിനകത്ത് സുരേഷ് ഗോപി അതുമായി ബന്ധപ്പെട്ട് 2 ദിവസം അന്ന് അദ്ദേഹത്തിന് അസുഖം ബാധിതനായിട്ട് അദ്ദേഹം ട്രീറ്റ്മെന്റിലായിരുന്നു.
അദ്ദേഹത്തിന് കോയമ്പത്തൂരിൽ നിന്ന് ഡോക്ടർമാർ വന്ന് അദ്ദേഹത്തിന്റെ ദേഹത്താകമാനമുള്ള നീര് ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് വലിച്ചെടുക്കുകയായിരുന്നു. അദ്ദേഹം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സുരേഷ് ഗോപിയാണ് അവിടേക്ക് കൊണ്ടുവരുന്നത്. ഈ വിഷയം അവസാനിപ്പിക്കാൻ തൃശ്ശൂരിലെ പൂരം ഞങ്ങൾ നടത്തുകയാണ് ചെയ്തത്. സുനിൽകുമാറും അതോടൊപ്പം തന്നെ അവിടുത്തെ രാജനടക്കമുള്ള ഏത് ആംബുലൻസിലാണ് വന്നത്? അല്ല, സേവാഭാരതിയുടെ ഞാൻ പറയട്ടെ, സേവാഭാരതിയുടെ ആംബുലൻസിനകത്ത് പോലീസ് അകമ്പടിയോടൊന്നുമല്ല സ്മൃതി. സേവാഭാരതിയുടെ ആംബുലൻസിനകത്ത് സുരേഷ് ഗോപി അവിടെ വരുന്നു. അദ്ദേഹം ആദ്യം ബെഡ് റെസ്റ്റിലായിരുന്നു. ആ ബെഡ് റെസ്റ്റ് ആയിരുന്നു സുരേഷ് ഗോപിയാണ് അവിടേക്ക് കൊണ്ടുവരുന്നത്. BJP സ്ഥാനാർത്ഥിയാണ്, അതിന് പോലീസ് വാഹനം അകമ്പടി പോയി എന്നുള്ളതാണ് അതിനകത്ത് സംശയം ഉണ്ടാക്കുന്നത്. അല്ല, അതൊക്കെ നിങ്ങൾ ആഖ്യാനമല്ലേ? അങ്ങനെ സ്മൃതി, ഞാൻ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ തൃശ്ശൂർ നിയോജക മണ്ഡലം അല്ല പറയാൻ പറ്റും സ്മൃതി എനിക്ക് പറയാൻ പറ്റും. ഞാൻ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിന്റെ BJPയുടെ പ്രഭാരിയാണ്. എനിക്ക് പറയാൻ പറ്റും. എന്റെ സ്ഥലത്ത്, എന്റെ മണ്ഡലത്തിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സ്മൃതിക്ക് ചാനൽ മുറിയിൽ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ കണ്ട് അനുഭവിച്ച ഒരാളാണല്ലോ. അപ്പൊ എന്റെ അനുഭവം പറയുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുക? അപ്പൊ നിങ്ങൾ ഇങ്ങനെ താങ്കളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാകുമ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ ദിവസം അവിടെ ADGP മുഴുവൻ സമയവും തൃശ്ശൂരിലുണ്ടായിട്ടും പുറത്തേക്ക് ഇറങ്ങാതെ അകത്ത് നിന്ന് ചരട് വലിച്ചു എന്ന് പറഞ്ഞാൽ താങ്കൾ അവിടെ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ താങ്കൾ അതിനു കൂടി മറുപടി പറയണം. അവിടെ SP-ക്കെതിരെ മാത്രം നടപടി ഉണ്ടാകുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ADGP മുറിയിൽ നിന്ന് ഇറങ്ങിയോ ഇറങ്ങാതിരിക്കോ എന്നുള്ളത് പറയാനുള്ള ആളല്ല ഞാൻ. അത് പറയേണ്ട അദ്ദേഹമല്ലേ? നിങ്ങൾ താങ്കളുടെ നിരീക്ഷണം എന്താണ്? താങ്കൾ അവിടെ ഉണ്ടായിരുന്ന ആളാണല്ലോ. 2024 തൃശ്ശൂരിലെ പൂരം മുടക്കാൻ വേണ്ടി 2023 മാർച്ച് മാസത്തിൽ ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറയുന്നത് എന്തൊരു യുക്തിയാണുള്ളത്? നിങ്ങൾ മനസ്സിലാക്കണം. 2024 ഇലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് 2023 ഞങ്ങൾ ഈ ADGP-യുമായിട്ട് RSSന്റെ നേതാവ് ചർച്ച നടത്തിയതൊക്കെ പറയുന്നൊരു ലോജിക്. 100ാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ അതിനൊക്കെ ദൂരമൊക്കെ വേണ്ടി വരും. ശ്രീ പ്രിന്റു മഹാദേവ്, ആ ലക്ഷ്യം വലുതാണ്. ആ ലക്ഷ്യത്തിൽ നിങ്ങൾ ഒരു ഘട്ടം വിജയിക്കുകയും ചെയ്തിരിക്കുന്നല്ലോ. കേരളത്തിൽ ഇതാദ്യമായി നിങ്ങൾ അക്കൗണ്ട് തുറന്നല്ലോ. അത് ചെറിയ കാര്യമാണോ പ്രിന്റു മഹാദേവ്? നിങ്ങൾ ഇവിടെ അക്കൗണ്ട് തുറന്നു എന്നുള്ളത് ചെറിയ കാര്യമാണോ പ്രിന്റു മഹാദേവ്? അധികാരത്തിന്റെ അങ്ങനെ പറയല്ലേ അധികാരത്തിന്റെ ഇടനാളുകളിൽ ദല്ലാളന്മാർ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല RSS. നിങ്ങളത് മനസ്സിലാക്കണം. RSSന്റെ അതിന്റെ നയങ്ങളുണ്ട്. നേരത്തെ പിയേഴ്സൺ പറഞ്ഞല്ലോ, RSSകാർ IAS-കാരും IPS-കാരുമായിട്ടുള്ള RSS-കാരുണ്ടെന്ന്. തന്നെയാണ് നിങ്ങൾക്ക് സർക്കാരുമായി കൂടിക്കാഴ്ചകൾ കൂടിക്കാഴ്ച അതിൽ മുഖ്യമന്ത്രി പങ്കെടുത്തത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് ആ കൂടിക്കാഴ്ച ഉണ്ടായത്? എങ്ങനെയാണ് മാഡം? ഒന്നുകൂടി പറയൂ. ശ്രീ എം മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് RSS മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടന്നിട്ടില്ലേ? അല്ല, ശ്രീ എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സമാധാനത്തിന് വേണ്ടിയായിരുന്നല്ലോ. അല്ലാതെ അധികാരത്തിൽ ഇത്തരത്തിലുള്ള കണ്ണൂരിലെ സമാധാനം തുറന്ന ചർച്ചയാകാമായിരുന്നു. എന്തുകൊണ്ട് അതിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തി? പ്രിന്റു മഹാദേവ്, ഔദ്യോഗിക വാഹനത്തിലല്ലാതെ സ്വകാര്യ വാഹനത്തിൽ എന്തിനാണ് രാത്രിയുടെ മറവിൽ പോയി ആ ചർച്ച നടത്തിയത്? രാത്രിയുടെ മറവിൽ എന്തിനാണ് ആ ചർച്ച നടത്തിയത്? ഒരു രഹസ്യ സ്വഭാവമില്ല. ആദ്യമായിട്ട് നിങ്ങൾ അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ RSS-ഉമായിട്ടുള്ള ചർച്ച കടക്കുപുറത്ത് എന്ന് പിണറായി വിജയൻ ഒരു പ്രസ്താവന നടത്തിയല്ലോ. എപ്പോഴായിരുന്നു അത് സ്മൃതി ഒന്ന് ആലോചിക്കണം. അങ്ങ് ആലോചിക്കണം അത് എപ്പോഴായിരുന്നു? ഈ RSS-ഉമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോഴാണ് പിണറായി വിജയൻ കടക്കുപുറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരെ പറഞ്ഞയക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് കണ്ണൂരിലെ വിഷയം എമ്മിന്റെ നേതൃത്വം നടത്തി അവിടെ സമാധാനം തിരിച്ചു കൊണ്ടുവരാനാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.